കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട ഒരു വാക്ക് ധൂർത്തായിരുന്നു. വലിയ ധൂർത്തിലാണ് LDF ഇടപെട്ടതെന്നുള്ളത് കേരളത്തിലെ UDFും BJPയും സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. LDF സർക്കാരിൻ്റെ കാലത്തെ ചെലവിനേക്കാൾ എത്രയോ അധികം ചെലവ് ഇന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് നടക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്ലീഡർമാരുടെ എണ്ണത്തിൽ വരുത്തിയ വർധനവ്. സീനിയർ പ്ലീഡർമാർ 1.5 ലക്ഷം രൂപ മാസ ശമ്പളം വെച്ച് 3 പേര്, സ്പെഷ്യൽ GP 1.5 ലക്ഷം വെച്ച് 3, സീനിയർ GP 1,40,000 വെച്ച് 4, GP 1.25 ലക്ഷം വെച്ച് 6, അങ്ങനെ 13 അധിക പോസ്റ്റുകളാണ് ഇവർ ആരുടെയും നിരീക്ഷണമോ വിമർശനവും ഇല്ലാതെ സൃഷ്ടിച്ചത്. ഇതിലൂടെ പ്രതിമാസം 17-18 ലക്ഷം രൂപ അധികം കേരള ഖജനാവിൽ നിന്ന് പോകും. പിന്നെ ഈ പുതിയ ഭരണം മാറിയപ്പോഴേക്കും ഭാഷയിലും പദാവലികളിലൊക്കെ വലിയ മാറ്റം വന്നു. ഉദാഹരണം പറഞ്ഞാൽ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണി പണ്ട് മോടി പിടിപ്പിക്കലായിരുന്നെങ്കിൽ അതിപ്പോൾ അറ്റകുറ്റപ്പണിയായി. പണ്ട് ഹെലികോപ്റ്റർ ദൂർത്തായിരുന്നെങ്കിൽ ഇന്നത് രക്ഷാപ്രവർത്തനമായിട്ട് മാറി. പണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോഴുള്ള സംസ്ഥാനങ്ങളുടെ സെസ് നികുതിയിലുള്ള വർധനവ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ കൃത്യമായിട്ട് വിഴുങ്ങുന്ന ഒരു U-ടേൺ ഗവൺമെൻറ്, UDF അല്ല, ഒരു UTF ഗവൺമെൻറ്റായിട്ട് സതീശൻ്റെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി. ലീഡർമാരുടെ നിയമനത്തിൽ ഓൾറെഡി പാർട്ടി കോൺഗ്രസിൽ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ട്. യുവജന സംഘടനകളടക്കം സർക്കാരിനെതിരെ പരസ്യമായി വിമർശിക്കുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സതീശൻ മുഖ്യമന്ത്രി ഒരു മുൻ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ആളാണ്. അല്ല, ഞാൻ സതീശനെ കുറ്റപ്പെടുത്തില്ല. യഥാർത്ഥത്തിൽ സതീശൻ്റെ മാനസിക സംഘർഷം ഞാൻ ഉൾക്കൊള്ളുകയാണ്, മനസ്സിലാക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ UDFുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ മാത്രമല്ല, അദ്ദേഹത്തിനെ സഹായിച്ച RSS BJPയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ കൂടി അപ്പോയിൻറ്റ് ചെയ്യണ്ടേ? അപ്പോൾ LDFിൻ്റെ കാലത്തുണ്ടായിരുന്ന പോസ്റ്റ് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇത് നിറവേറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ 13 അധിക പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. എന്താ കാരണം? RSSകാരെയും കൂടി ഉൾപ്പെടുത്തണം, അവരെയും കൂടി ചേർത്ത് നിർത്തിയാൽ മാത്രമേ അവരോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഒരു ചോദ്യം. ഈ RV ബാബു അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ ഇപ്പം മുഖ്യമന്ത്രിയെ പോയി കാണുകയും മുഖ്യമന്ത്രി നല്ലതുപോലെ ഞങ്ങളെ കേട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂടി തുടർച്ചയായിട്ട് കാണണം. അല്ല, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആരെയും കാണുന്നതിന് പ്രശ്നമില്ല, അതിനൊന്നും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേങ്കിൽ മുമ്പ് ഇതുപോലെ ഒരു ആഘോഷപരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും UDF ആൾക്കാർ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ RV ബാബു പറഞ്ഞു വളരെ നല്ല സ്വീകരണമാണ് കിട്ടിയതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല സ്വീകരണം കിട്ടിയിട്ടുണ്ടാവും. അല്ല, ബാബു അങ്ങനെ നുണ പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കാരണം സതീശൻ്റെ കാര്യത്തിൽ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് RV ബാബു. അപ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ RV ബാബു ഒരു നുണ പറയാനുള്ള ഒരു ചാതുര്യം ഉണ്ട് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ പോലും VD സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നുണ അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിന് വിമർശനം ഉന്നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. സതീശനൊക്കെ അവരാണ് ഈ നിലയിൽ മാറിയിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഭരണത്തിൽ വന്ന് വളരെ ഹ്രസ്വകാലം കൊണ്ട് എങ്ങനെ മലക്കം മറിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഒരു സർക്കാരും ഇത്ര ദ്രുതഗതിയിൽ ഇതുപോലെ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിട്ടില്ല. അങ്ങനെ മലക്കം മറിയലിൻ്റെ ഒരു സമ്മാനമെങ്കിലും സതീശൻ ഗവൺമെൻറ്റിന് വൈകാതെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഈ ന്യൂസ് മേക്കർ അവാർഡൊക്കെ ഇടയ്ക്കില്ലേ, അതുപോലെ ഒരു മലക്കം മറിച്ചിൽ അവാർഡ് ഉണ്ടാക്കിയിട്ട് VD സതീശന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭ്യർത്ഥന കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാറുണ്ട്. സാർ, ഈ പ്ലീഡർമാരുടെ കാര്യം പറയുമ്പോൾ സുപ്രീം കോടതിയിൽ ചട്ടങ്ങളില്ലാത്ത ഒരു തസ്തിക ഇപ്പോൾ നിയമനം നടത്തിയിട്ടുണ്ട്. അത് സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നൊരു നിയമനമാണ്. നിലവിൽ അങ്ങനെ ഒരു തസ്തിക ചട്ടങ്ങളിൽ പറയുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ മുമ്പ് നടന്നിരുന്നെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളായിരിക്കും ഉണ്ടാകുക. ഇപ്പോഴങ്ങനെ ഒരു ചർച്ച പോലും നമ്മുടെ സമൂഹത്തിലില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ VD സതീശൻ്റെ മംഗലാപുര യാത്ര ചാർട്ടേഡ് വിമാനത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാ ഇപ്പം മലയാളിക്ക് ഇത്ര ധൃതി
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് അദ്ദേഹം ധൃതി പിടിച്ച് മംഗലാപുരത്തേക്ക് പോവുകയാണ് ചാർട്ടേഡ് വിമാനത്തിൽ. ആരാണ് പണം മുടക്കിയത്? ആരാണ് വിമാനത്തിൻ്റെ സ്പോൺസർ? ആരെ കാണാനാണ് യഥാർത്ഥത്തിൽ പോയത്? അപ്പോൾ അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും ഒരു കേവലപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധത്തിൻ്റെ ഒരു അയലക്കത്ത് പോലും എത്താത്തൊരു വിസ്തീർണം കൊടുത്തു. എന്താണ്? ആര്യാടൻ്റെ ബന്ധുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് മംഗലാപുരത്ത് പോയത്. ഞാൻ ചില കോൺഗ്രസ്സുകാരോട് ചോദിച്ചപ്പോൾ ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ നിലമ്പൂര് പോകാത്ത സതീശൻ ആര്യാടൻ്റെ ഏതോ വകയിലുള്ള ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയി എന്ന് പറയുമ്പോൾ അവിടെ ഉപചോദ്യങ്ങളും അന്വേഷണങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നിർഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള അപസർപ്പക കഥകളും അന്വേഷണങ്ങളുമായിരിക്കും കേരളത്തിൽ നടക്കുക. ആ വിമാനത്തിൻ്റെ ബില്ലുൾപ്പെടെ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ മാത്രമല്ലെന്ന് ക്ഷേത്ര ദർശനത്തിൻ്റെ ഹെലികോപ്റ്ററിൽ പോകണോ? ക്ഷേത്രം ദർശിച്ചിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അദാനിയും മൂകാംബികയും ഒക്കെ ഒരുപോലെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. അദ്ദേഹത്തിന് നമ്മളത് അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ നിലയിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്ന് ഒരാൾ മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടി എന്തെല്ലാം യാത്രാമാർഗങ്ങളുള്ളപ്പോൾ ആരുടെ ചെലവിലാണെന്ന് അദ്ദേഹം പോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ധൂർത്ത് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് എന്ന് UDF ഗവൺമെൻറ് കേരളത്തോട് വിശദീകരിക്കേണ്ട ഒരു ഘട്ടമാണ്.